ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അനുപ്രിയ. അപ്പോൾ നമുക്കറിയാം CSEBയുടെ എക്സാം മെയ് 19 വരുവാണ്. അതുമാത്രമല്ല, പുതിയൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ വരുന്ന മെയ് 15 വരും. മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ടല്ലോ മെയ് 15. എന്തായിരിക്കും അത്? കേരള ബാങ്ക് ക്ലർക്ക് ക്യാഷ്യറിന് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി എന്നാണ്? മെയ് 15 ഓക്കെ, അപ്പം മറക്കാതെ കേരള ബാങ്ക് ക്ലർക്ക് ക്യാഷ്യറിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വരുന്ന മെയ് 15 മുൻപ് CSEBയുടെ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെയ് 19 നടക്കുന്ന CSEB എക്സാമിനോടനുബന്ധിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് ബാങ്കിങ്. നമുക്കറിയാം സബ്ജക്ട് വൈസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പം എങ്ങനെ ഈ ബാങ്കിങ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അതിന് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ തന്നെ അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കോമൺ ആയിട്ടുള്ള ടോപ്പിക് ഉണ്ടാവും. ആ ടോപ്പിക്കിനെ വളരെ വ്യക്തവും ആഴത്തിലും ഇരുന്ന് പഠിച്ചു തീർക്കുക. പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചോദ്യത്തിലോട്ട് പോവാം. ഇൻ ആൻ അറ്റംപ്റ്റ് അറ്റ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ RBI launched the no frills account in എന്താ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? അതായത് RBI no frills അക്കൗണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ്? എന്നായിരിക്കും? 2000, 2002, 2005, 2008 എന്നായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 2005 ആരാ ഈ നോ ഫ്രിൽസ് അക്കൗണ്ട് ലോഞ്ച് ചെയ്തത്? RBI ആണ് ലോഞ്ച് ചെയ്തത്. എന്നാ ലോഞ്ച് ചെയ്തത്? 2005 ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഇൻഫ്ലേഷൻ RBI ഡാഷ് ദ സെക്യൂരിറ്റീസ് ഇൻ ഓപ്പൺ മാർക്കറ്റ്. എന്താ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്? പണപ്പെരുപ്പം അല്ലെ? ഈ പണപ്പെരുപ്പത്തിന്റെ സമയത്ത് RBI ഓപ്പൺ മാർക്കറ്റിൽ ഈ സെക്യൂരിറ്റീസിനെ എന്ത് ചെയ്യും? അല്ല എങ്കിൽ ഈ സെക്യൂരിറ്റീസിനെ RBI ഓപ്പൺ മാർക്കറ്റിൽ സെല്ല് ചെയ്യുവാണോ, കൺവേർട്ട് ചെയ്യുവാണോ, അതോ ഇനി പർച്ചേസ് ചെയ്യുവാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. എന്തായിരിക്കും RBI ചെയ്യുന്നത്? സെല്ല് ചെയ്യുവാണ് ചെയ്യുന്നത്. പണപ്പെരുപ്പത്തിന്റെ സമയത്ത് RBI ഈ പറഞ്ഞിരിക്കുന്ന സെക്യൂരിറ്റീസിനെ എന്ത് ചെയ്യും? സെല്ല് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇൻഫ്ലേഷൻ എന്നാണോ പറഞ്ഞിരിക്കുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക. അതിനുശേഷം മാത്രം ആൻസർ ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ബാങ്കേഴ്സ് ലീൻ ഇസ് ഡാഷ്. ബാങ്കേഴ്സ് ലീൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ലീൻ ആണോ, ജനറൽ ലീൻ ആണോ, പർട്ടിക്കുലർ ലീൻ ആണോ, നൺ ഓഫ് ദിസ് ആണോ? ഓക്കെ, നമുക്ക് ആൻസറിലോട്ട് പോവാം. ജനറൽ ലീൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഇതിനു മുൻപ് ഒരുപാട് തവണ CSEBക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കറിയാവുന്ന ചോദ്യമായിരിക്കും ഒരു പക്ഷേ. എന്നിരുന്നാലും ശ്രദ്ധിക്കുക, ബാങ്കേഴ്സ് ലീൻ എന്ന് പറയുന്നത് എന്താണ്? ജനറൽ ലീൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ബെനിഫിറ്റഡ് ത്രൂ ദ റിവേഴ്സ് മോർട്ട്ഗേജ് സ്കീം? ഓപ്ഷൻ 1 ഗവൺമെന്റ് എംപ്ലോയീസ്, ഓപ്ഷൻ 2 മൈനേഴ്സ്, ഓപ്ഷൻ 3 സീനിയർ സിറ്റിസൺസ് ആൻഡ് ഓപ്ഷൻ 4 ഓൾ ദി അബവ്. ഓക്കെ, എന്താ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? റിവേഴ്സ് മോർട്ട്ഗേജ് സ്കീം വഴി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുക? ആർക്കായിരിക്കും കിട്ടുക? സീനിയർ സിറ്റിസൺസിനാണ് കിട്ടുക. ചോദ്യം കറക്റ്റ് ആയിട്ടൊന്ന് നോക്കുക. റിവേഴ്സ് മോർട്ട്ഗേജ് സ്കീം ആർക്കാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുക? സീനിയർ സിറ്റിസൺ ആണ്. ഓക്കെ, ആർക്കാണ്? സീനിയർ സിറ്റിസൺ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് മൂവ്മെന്റ് എൻകറേജ് ദ ഫോർമേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്? ഓപ്ഷൻ 1 സ്വദേശി മൂവ്മെന്റ്, ഓപ്ഷൻ 2 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ഓപ്ഷൻ 3 നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആൻഡ് ഓപ്ഷൻ 4 സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. അപ്പൊ നമുക്കറിയാം ഈ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്കറിയാം ഇന്ത്യൻ ഹിസ്റ്ററിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? അതായത് ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ഓപ്ഷൻസ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. എന്താ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫോർമേഷന് കാരണമായിട്ടുള്ളത് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫോർമേഷനെ എൻകറേജ് ചെയ്തിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് മൊമെന്റ് ആണ്? ഏത് മൊമെന്റ് ആയിരിക്കും? സ്വദേശി മൊമെന്റ് ആണ്. ഓക്കെ, ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫോർമേഷനെ എൻകറേജ് ചെയ്തിട്ടുള്ളത് ഏത് മൊമെന്റ് ആണ്? സ്വദേശി മൊമെന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. Dash is a condition in which there is an immediate decline in the availability of loan or credit. Option 1 credit rationing, option 2 credit creation, option 3 credit crunch, option 4 credit absorption. ഓക്കെ, എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? താഴെ തന്നിരിക്കുന്നത് അതായത് ലോൺ അല്ലെങ്കിൽ ക്രെഡിറ്റിന്റെ അവൈലബിലിറ്റിയിൽ പെട്ടെന്നൊരു ഡീക്ലൈൻ സംഭവിക്കുകയാണ് എങ്കിൽ അത്തരത്തിലുള്ള ഒരു കണ്ടീഷനെ എന്തെന്ന് വിളിക്കും? ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഡീക്ലൈൻ ഇൻ അവൈലബിലിറ്റി ഓഫ് ലോൺ. ലോണ അല്ല എങ്കിൽ ക്രെഡിറ്റ് നമുക്ക് കിട്ടുന്നതിന് പെട്ടെന്നൊരു കുറവ് സംഭവിക്കുകയാണ്.
ആ സാഹചര്യത്തിന് പറയുന്ന പേരാണ് ക്രെഡിറ്റ് ക്രഞ്ച്. എന്താണ്? ക്രെഡിറ്റ് ക്രഞ്ച്. അപ്പൊ ക്രെഡിറ്റ് ക്രഞ്ച് എന്ന് പറയുന്നത് എന്താണ്? പെട്ടെന്ന് നമുക്ക് ലോൺ അല്ലെങ്കിൽ ക്രെഡിറ്റ് കിട്ടുന്ന ആ ഒരു അവസ്ഥയിൽ പെട്ടെന്നൊരു ഷോർട്ടേജ് ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്രെഡിറ്റ് ക്രഞ്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ. Dash are those assets which have been classified as NPA for a period of not exceeding 12 months. Okay. Option 1 standard, option 2 substandard, option 3 doubtful asset, option 4 loss asset. ഈ ക്വസ്റ്റ്യനിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? നമുക്കറിയാം കാറ്റഗറി ഓഫ് അസറ്റ് ഉണ്ട്, സ്റ്റാൻഡേർഡ് അസറ്റ് ഉണ്ട്, സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ഉണ്ട്, ഡൗട്ട്ഫുൾ അസറ്റ് ഉണ്ട്, ലോസ് അസറ്റ് ഉണ്ട്. കാറ്റഗറീസ് ഓഫ് അസറ്റ് ആണ്. ഓക്കെ. അപ്പം ഇവിടെ ബാങ്കിന്റെ പോർഷനിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ 12 മാസത്തിൽ കൂടുതൽ ഒരു അസറ്റ് നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് വരുവാണെങ്കിൽ അത്തരത്തിലുള്ള അസറ്റിനെ നമ്മൾ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യും? സബ് സ്റ്റാൻഡേർഡ് അസറ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നോൺ പെർഫോമിംഗ് അസറ്റ് ഓർ നോട്ട് എക്സീഡിങ് 12 മന്ത്സ്. ഓക്കെ. ശ്രദ്ധിക്കേണ്ട ഡേറ്റും ടൈമും ഒന്ന് ശ്രദ്ധിക്കുക. നോട്ട് എക്സീഡിങ് 12 മന്ത്സ് എന്ന് വളരെ വ്യക്തമായിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എന്ത് വരിക? സബ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ വരിക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. SBI വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. ഓപ്ഷൻ 1 1935, ഓപ്ഷൻ 2 1956, ഓപ്ഷൻ 3 1955, ഓപ്ഷൻ 4 1949. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. SBI എന്താണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. എന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നേ 1955 ഓക്കെ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1955. Basel Committee on Supervision was established in option 1 1973, option 2 1974, option 3 1975 and option 4 1979. ബേസൽ കമ്മിറ്റി, അതായത് ബേസൽ കമ്മിറ്റി നിലവിൽ വന്നത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? 1974 ബേസൽ കമ്മിറ്റി നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ. നമുക്കറിയാം CSEBയുടെ പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ആയിട്ട് വരുന്ന കുറെ ഏരിയകളുണ്ട്. അത് കൂടാതെ തന്നെ പുതിയതായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏരിയയുമുണ്ട്. അപ്പൊ ഈ തവണ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് 2016 മുതൽ 2023 വരെ നടന്നിട്ടുള്ള മുഴുവൻ പരീക്ഷകളുടെയും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ഫ്രാക്ചറൽ അനാലിസിസ് ആണ്. 2 മണിക്കൂർ വീതമുള്ള ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മാത്സ്, ഇംഗ്ലീഷ്, GK ഈ 3 ഏരിയയിൽ നിന്നും പരമാവധി മാർക്ക് സ്കോർ ചെയ്യുന്നതിനായിട്ട് 4 മണിക്കൂർ വീതമുള്ള ഓരോ സബ്ജക്ട് വൈസ് ക്ലാസ്സുകളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായി ബോർഡ് നമ്പറിലോ അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോമിലോ നിങ്ങൾ ഫില്ല് ചെയ്യുക. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കോമ്പറ്റേറ്റീവ് ക്രാക്കറും ഇവിടെ റെഡിയാണ്. മെയ് 7 മുതലാണ് CSEBയുടെ ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. പരമാവധി മാർക്ക് നേടാനായിട്ട് ഈ റിവിഷൻ ബാച്ചിനെ പ്രത്യേകം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Marking may be done at the request of option 1 the drawer, option 2 the holder, option 3 the collecting banker and option 4 all of this. മാർക്കിംഗ് എന്ന് പറയുന്നത് ഏത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്? ചെക്കായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് മാർക്കിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ ആർക്കാണ് ഈ മാർക്കിംഗ് എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റുന്നത്? ഡ്രോയറിനാണോ, ഹോൾഡറിനാണോ, കളക്ടിംഗ് ബാങ്കറിനാണോ? അത് ഇവർക്ക് 3 പേർക്കും ചെയ്യാൻ പറ്റുമോ? നമുക്ക് നോക്കാം. ആൻസർ എന്താണ്? ഇവർക്ക് 3 പേർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റുന്നതാണ് മാർക്കിംഗ് എന്ന് പറയുന്നത്. മാർക്കിംഗ് ഏത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്? ചെക്കായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എ ബിൽ which does not carry any documentary evidence of the amount in the bill. Option 1 documentary bill, option 2 clean bill, option 3 inland bill and option 4 usance bill. ഇവിടെ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ഒരു ബില്ല് യാതൊരുവിധ ഡോക്യുമെന്ററി എവിഡൻസും ഇല്ലാത്ത ഒരു ബില്ലിനെ ആണ് എങ്കിൽ അത്തരത്തിലുള്ള ബില്ലിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ബില്ല് എന്ന് പറയുമ്പോൾ ഏത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്? ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഓക്കെ. അങ്ങനെയാണ് എങ്കിൽ ഈ തന്നിരിക്കുന്നതിൽ ഏതായിട്ട് ബന്ധപ്പെട്ട് വരുന്നതായിരിക്കും? ക്ലീൻ ബില്ലാണ് ആൻസർ വരിക. എന്താണ് ക്ലീൻ ബിൽ? അതായത് ഒരു ബില്ലിൽ എമൗണ്ട് ഉണ്ട്, പക്ഷെ ആ എമൗണ്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡോക്യുമെന്ററി എവിഡൻസ് പ്രൊവൈഡ് ചെയ്യാത്ത ബില്ലാണ് എങ്കിൽ അത്തരത്തിലുള്ള ബില്ലിനെ എന്തെന്ന് വിളിക്കുന്നു? ക്ലീൻ ബില്ല് എന്ന് വിളിക്കുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ ഡോക്യുമെന്ററി എവിഡൻസിന്റെ സപ്പോർട്ടോട് കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ബില്ലാണെങ്കിൽ എന്ത് ബില്ലാണ്? ഡോക്യുമെന്ററി ബില്ലാണ്. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Section 172 of Indian Contract Act 1872 deals with option 1 hypothecation, option 2 mortgage, option 3 assignment and option 4 pledge. Indian Contract Act 1872 പ്രകാരം പ്രത്യേകം ശ്രദ്ധിക്കണം, കോൺട്രാക്ട് ആക്ട് ആണ്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 സെക്ഷൻ 172 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? പ്ലെഡ്ജിനെ കുറിച്ചാണ് പറയുന്നത്. സെക്ഷൻ 172 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ഡീൽസ് വിത്ത് പ്ലെഡ്ജ് ആണ്. ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. സിമ്പിൾ ഓഫ് RBI. ഓപ്ഷൻ 1 ടൈഗർ, ഓപ്ഷൻ 2
പാം ട്രീ, ഓപ്ഷൻ 3 എലിഫന്റ് ആൻഡ് ഓപ്ഷൻ 4 ബോത്ത് എ ആൻഡ് ബി. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ആർ ബി ഐയുടെ സിമ്പൽ നമുക്കറിയാം. ആർ ബി ഐ നിലവിൽ വന്നത് എന്നാണ്? 1 April 1935 ആർ ബി ഐ നിലവിൽ വന്നത്. ആർ ബി ഐ ആക്ട് ആണെങ്കിൽ എന്നായിരുന്നു? 1934 നിലവിൽ വന്നു. അങ്ങനെയാണെങ്കിൽ ആർ ബി ഐയുടെ സിമ്പൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്താണ്? ടൈഗറും പാം ട്രീ ആണ്. അതായത് ബോത്ത് എ ആൻഡ് ബി ആണ്. ടൈഗറും പാം ട്രീയുമാണ് എന്ത്? ആർ ബി ഐയുടെ സിമ്പൽ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Which of the following functions are performed by the banks? Option 1 accepting deposit, option 2 lending money, option 3 currency exchange, option 4 all the above. എന്താ ചോദിച്ചിരിക്കുന്നത്? വേറെ ഒന്നുമല്ല, താഴെ പറയുന്ന ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് ബാങ്ക് പെർഫോം ചെയ്യുന്ന ഫംഗ്ഷൻസ്? നമുക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ അറിയാം. ബാങ്ക് ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, മണി ലെൻഡ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ആൻസർ ഏതായിരിക്കും? ഓൾ ദി അബവ് ആണ്. ഓക്കെ. A card stores and provide identification, authentication, data storage and processing applications. Option 1 debit card, option 2 smart card, option 3 credit card and option 4 ATM card. എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്? അതായത് നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോഴേ അറിയാം ഒരു കാർഡിനെ കുറിച്ചാണ് പറയുന്നത്. ഈ കാർഡിന്റെ പ്രത്യേകത എന്താണ്? ഡേറ്റ ഒതന്റിക്കേഷൻ ഉണ്ട്, സ്റ്റോറേജ് ഉണ്ട്, ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്യുന്നുണ്ട്. ഇത്രയും പ്രത്യേകതകൾ ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരേ ഒരു കാർഡേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഏതാണത്? സ്മാർട്ട് കാർഡാണ്. ഡെബിറ്റ് കാർഡ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? അവിടെ പൈസയുണ്ട്, നമുക്ക് പേയ്മെന്റ് നടത്താൻ യൂസ് ചെയ്യാം. ക്രെഡിറ്റ് കാർഡ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? പേ ലേറ്റർ എന്ന് പറയുന്ന ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ATM കാർഡ് ആണെങ്കിൽ എന്തിനായിരുന്നു? ATM നിന്ന് പൈസ വിഡ്രോ ചെയ്യാനാണ്. ഓക്കെ. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഡേറ്റ ഒതന്റിക്കേഷൻ, സ്റ്റോറേജ്, ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ്. ഈ 3 കണ്ടീഷനും ഒരേപോലെ സാറ്റിസ്ഫൈഡ് ആവുന്ന, അല്ല എങ്കിൽ ഒരു മൈക്രോ ചിപ്പിന്റെ സഹായത്തോടു കൂടി ഇത് ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റ മുഴുവൻ സ്റ്റോർ ചെയ്യുന്ന ഒരേ ഒരു കാർഡേ ഉള്ളൂ. അത് സ്മാർട്ട് കാർഡാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ കണ്ടിട്ടുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ചോദ്യങ്ങളുണ്ട്, കേട്ട് പരിചയമില്ലാത്ത ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പം ചോദ്യങ്ങൾ കേട്ട് പരിചയമില്ലാത്തവയാണെങ്കിൽ എഴുതിയെടുത്ത് റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് പഠിക്കുക. നന്നായിട്ട് റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പാടുള്ള ടോപ്പിക് ഏതാണോ, അല്ല എങ്കിൽ ഏത് ടോപ്പിക്കിനെ കുറിച്ചാണോ നിങ്ങൾക്ക് ക്ലാസ് വേണ്ടത്, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഉറപ്പായിട്ടും ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.